അതിവേഗ റെയിൽ പദ്ധതിയിൽ സർക്കാരും ഇ ശ്രീധരനും നേർക്കുനേർ. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം സംസ്ഥാനത്ത് പ്രായോഗികമല്ല എന്നാണ് ഇ ശ്രീധരന്റെ അഭിപ്രായം. താൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ പദ്ധതിയാണ് കേരളത്തിന് അനുയോജ്യം എന്ന് ഇ ശ്രീധരൻ പറഞ്ഞു. ഡൽഹിയിലുള്ള RRTS അത് കൺസീവ് ചെയ്തും അത് കൊണ്ടുവന്നൊക്കെ ഞാനാ. അതിൻ്റെ ഉദ്ദേശം സബർബൻ സർവീസ് സിറ്റിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് എങ്ങനെ ഒരു ഹൈ സ്പീഡ് കണ്ടിന്യൂസ് റെയിൽവേ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മാതിരിയാണ് വെച്ചിരിക്കുക, ഒരു ഇലക്ഷൻ സ്റ്റണ്ട്. അതിവേഗ റെയിൽ പദ്ധതിയിൽ ശ്രീധരന്റെ പങ്കിനെ കുറിച്ച് അറിയില്ല എന്ന് മന്ത്രി പി രാജീവ് തിരിച്ചടിച്ചു. പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്രം ശ്രീധരനെ നിയോഗിച്ചതായി അറിവില്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. അതുകൂടി കേൾക്കാം. കേന്ദ്രം ഇങ്ങനൊരു കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം സ്പെഷ്യൽ ഓഫീസറായിട്ട് ടി ശ്രീധരനെ ചുമതലപ്പെടുത്തി എന്നുള്ളൊരു ഉത്തരവുണ്ടെങ്കിൽ നമുക്കതുകൂടി ചർച്ച ചെയ്യാം. അല്ല, അങ്ങനെ ഉത്തരവുണ്ടോ? യൂണിയൻ ഗവൺമെൻറ് പറയുകയാണ്, കേരളത്തിൽ നിങ്ങളിപ്പോൾ ഈ പദ്ധതിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ അതിവേഗ റെയിൽ കൊണ്ടുവരാനുള്ള പുതിയൊരു പദ്ധതിക്ക് ഇപ്പോൾ തന്നെ അംഗീകാരം നൽകിയിരിക്കുന്നു, അതിൻ്റെ സ്പെഷ്യൽ ഓഫീസറായിട്ട് ശ്രീധരനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പിന്നെ അതല്ലേ ചർച്ച ചെയ്യാം. അങ്ങനെ തന്നെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെങ്കിൽ, ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇതിന് വന്നിട്ടില്ല. ഇന്നലെ ഇ ശ്രീധരനെതിരെ ലോക കേരള സഭാവേദിയിൽ മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചിരുന്നു. ഇ ശ്രീധരൻ, അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിൻ്റെ ടെക്നോക്രാറ്റ് രീതി മാത്രമല്ല, അധികാര കേന്ദ്രങ്ങളിൽ നല്ല ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുക മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വരും എന്ന് അദ്ദേഹം അടക്കം പലരും പറഞ്ഞ കാര്യമായിരുന്നു. അത്തരത്തിലുള്ള ഒരാൾ വന്ന് പറഞ്ഞു, ഒരു പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് മുന്നിൽ കൊടുത്തിട്ടുണ്ട്, അവരത് അംഗീകരിക്കാൻ തയ്യാറാണ്. ഈ റെയിലിന് അദ്ദേഹം ഇടുന്ന പേര് അതിവേഗ റെയിൽ എന്നാണ്. നമ്മൾ വളരെ അധിക സ്പീഡല്ല നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. ആവട്ടെ, ഏതായാലും ഞങ്ങൾ അംഗീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. കേന്ദ്ര റെയിൽവേ മന്ത്രിയെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മനസ്സിലേ അങ്ങനൊരു കാര്യം ഉള്ളതായിട്ടില്ല അപ്പോൾ സംസാരിക്കുമ്പോൾ. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി. ഗുഡ് ഈവനിംഗ് 24-ൽ. വിനേഷ്, ഇതിപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ഈ ഒരു പരാമർശം, അതിനുശേഷമാണ് ഇന്ന് ഇ ശ്രീധരൻ മാധ്യമങ്ങളെ കണ്ടതും ഒരു വിശദമായി തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തത്. അദ്ദേഹം പറയുന്നത് അതിവേഗ റെയിൽ പദ്ധതി എന്നുള്ളത്, അതിൽ RRTS എന്ന് പറയുന്നത് അർദ്ധ അതിവേഗമാണ്, അതല്ല ഇവിടെ പ്രായോഗികം, കേരളത്തിൽ പ്രായോഗികം RRTS അല്ല എന്ന് പറയുകയാണ്. അത് താനാണ് യഥാർത്ഥത്തിൽ അത് കൊണ്ടുവന്നിട്ടുള്ളത്, ഡൽഹിയിലാണത് എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അതിവിടെ പ്രായോഗികമല്ല, പകരം അതിവേഗ റെയിൽപാത തന്നെയാണ് വേണ്ടത്, അതിനുള്ള തൻ്റെ ശ്രമങ്ങൾ തുടരും എന്നത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ സർക്കാർ പറയുന്നതും ഇദ്ദേഹം പറയുന്നതും രണ്ട് കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഇ ശ്രീധരൻ ഇങ്ങനെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിപ്പോൾ ഒരു കൂടിയാലോചനകൾ നടത്തുന്നതിലേക്കൊക്കെ വരുന്നത് എന്നത് തങ്ങൾക്കറിയില്ല എന്നും ഇന്ന് പി രാജീവ് പറയുമ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ. അനുജ, ഇതിനകത്ത് ഇപ്പോൾ സംസ്ഥാന സർക്കാരും ഈ ശ്രീധരനും തമ്മിൽ കൊമ്പ് കോർക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ ആദ്യം മുഖ്യമന്ത്രിയാണ് ഇതിനകത്ത് തുടക്കമിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഈ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീധരനെ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ ശ്രീധരൻ ഇന്ന് രംഗത്ത് വന്നു. ശ്രീധരൻ പറയുന്നു, RRTS കേരളം പോലുള്ള സ്ഥലത്ത് പ്രായോഗികമല്ല, അതിവേഗ പാതയാണ് ആവശ്യമെന്ന് പറയുന്നു. അതിൽ തൻ്റെ ഇടപെടൽ അങ്ങനെ തന്നെ നടത്തിയിട്ടുണ്ട്, താൻ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു അതിവേഗ പാതയ്ക്കുള്ള ശ്രമം താൻ തുടരുകയാണ് എന്നും അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞ് നമ്മൾ കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് മറുപടിയുമായാണ് ഇപ്പോൾ മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ ശ്രീധരനെ ഇത്തരത്തിലൊരു ചുമതല, അതായത് ഈ അതിവേഗ പാതയുടെ ഒരു ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള ഉത്തരവ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള പരിഹാസ രൂപേണ തന്നെയായിരുന്നു മന്ത്രി ചോദിച്ചത്. ഒപ്പം തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ഒരു അദ്ദേഹത്തിന് ഇതിൽ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ അതിവേഗ പാത യാഥാർത്ഥ്യമാക്കുന്നതിന് അദ്ദേഹത്തെ സ്പെഷ്യൽ ഓഫീസറാക്കിക്കൊണ്ട് ഏതെങ്കിലും ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി പി രാജീവും പറയുന്നത്. ഈ ശ്രീധരൻ്റെ വാദങ്ങൾ ശരിയല്ല, അദ്ദേഹം അതിവേഗ റെയിൽപാതയ്ക്ക് വേണ്ടി കേരളത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഈ രണ്ടുപേരുടെയും
വാക്കുകളിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ BJPയോ മറ്റോ യാതൊരു തരത്തിലുമുള്ള പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിൻ്റെ പ്രതിനിധികൾ ആരും ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. ഇതിലിപ്പോൾ ഈ ശ്രീധരൻ പറയുന്നത് താൻ ഇങ്ങനെ ഒരു പദ്ധതിയുടെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നാണോ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ അത് ഏത് കപ്പാസിറ്റിയിലാണ് എന്നുള്ളത് തങ്ങൾക്കറിയില്ല എന്ന് സർക്കാർ പറയുകയും ചെയ്തു. ഇതിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ ശ്രീധരൻ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതെന്താണ് ഈ കേരളത്തിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ച് സർക്കാർ അറിയാതെ ഇതിലൊരു ഈ ശ്രീധരനെ പോലെ ഒരാൾ അതിലൊരു റോളുണ്ട് എന്നുള്ളത് പറയുമ്പോൾ അതിൽ വല്ലാത്തൊരു വൈരുദ്ധ്യമുണ്ടല്ലോ വിനേഷ്. അനുജ, തീർച്ചയായും മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീധരൻ പറയുന്നു ഇത്തരത്തിലൊരു അതിവേഗ പാതയുമായി താൻ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണാൻ KV തോമസിനെയും കൂട്ടി ഞങ്ങൾ അവിടെ കേന്ദ്രമന്ത്രിയുടെ സ്ഥലത്ത് അവിടെ വസതിയിൽ പോയിരുന്നു. അദ്ദേഹവുമായി വിശദമായി ചർച്ചകൾ നടത്തി. പക്ഷേ അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പദ്ധതിയെക്കുറിച്ച് യാതൊരു അറിവുമില്ലായിരുന്നു. തങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയുന്നു എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇത് ഈ ശ്രീധരൻ ഇത്തരത്തിൽ കേന്ദ്രത്തിൽ ഒരു ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ ഈ കെ റെയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യത്തിനും കേന്ദ്ര റെയിൽവേ മന്ത്രിയെ സമീപിച്ചിട്ടുമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ശ്രീധരൻ പറയുന്നു താൻ അതിൻ്റെ പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇതിൽ മുഖ്യമന്ത്രി പറയുന്നതാണോ ശരി അതോ ഈ ശ്രീധരൻ പറയുന്നതാണോ ശരി എന്നുള്ള കാര്യത്തിൽ ഇനിയും നമുക്കൊരു വ്യക്തത ലഭിക്കേണ്ടിയിരിക്കുന്നു. ഈ ശ്രീധരൻ പറയുന്നത് ശരിയല്ല എന്നുള്ള ഒരു കൃത്യമായ ഒരു നിലപാട് തന്നെയാണ് മന്ത്രി പി രാജീവ് പറയുന്നത്. കാരണം അദ്ദേഹത്തെ ഒരു ചുമതലയും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല. അത്തരത്തിൽ ചുമതല നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും ഉത്തരവുണ്ടെങ്കിൽ പുറത്തു വരട്ടെ അല്ലെങ്കിൽ പുറത്തു വിടട്ടെ എന്ന് പറയുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രതിനിധികളോ ആയിരിക്കണം. അത്തരത്തിലൊരു അവരുടെ ഒരു വിശദീകരണം വന്നാൽ മാത്രമേ ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഇതിൽ ശ്രീധരൻ ഇടപെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും പറയുന്നതാണ് ശരി എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു കൃത്യമായ ഒരു വിവരം ലഭിക്കുകയുള്ളൂ. അനുജ, അതാണ് കൃത്യമായി എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. ഇന്നലെ ബജറ്റിൽ ഒരു പരാമർശം ഉണ്ടായിരുന്നു, പേര് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ധനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിന് തുക വകയിരുത്തുന്നതിനെ കുറിച്ചൊക്കെയുള്ള വിശദീകരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പിന്നീട് വന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്ന പദ്ധതി അത് RRTS തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നുണ്ടോ ഈ സമയത്ത്? അത് പ്രായോഗികമല്ല എന്നിപ്പോൾ ഈ ശ്രീധരൻ പറയുമ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അതിവേഗ പാതയാണോ അതോ അർദ്ധ അതിവേഗ പാതയാണോ? നമുക്കതിലൊരു വ്യക്തതയുണ്ടോ? അനുജ, അതിനകത്ത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഈ പദ്ധതി നടപ്പാക്കും, പക്ഷേ അത് ആകാശമാർഗമുള്ള ഒരു റെയിൽവേ പദ്ധതിയാണ്. 2.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയുന്ന രീതിയിലാണ്. പക്ഷേ അതിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് നിരവധി മറുപടികളും മറ്റും വന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്നലെ ബജറ്റിൽ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്കറിയാം, കേരളയിൽ ഉണ്ടായ സമയം മുതൽ തന്നെ ഏകദേശം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പ്രക്ഷോഭങ്ങൾ നടന്ന് നമ്മൾ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ കോഴിക്കോടും തൃശ്ശൂരും എറണാകുളത്തും എല്ലാം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഈ ഒരു പ്രതിഷേധങ്ങളുടെ മറവിലാണ് ഇത് നിർത്തിവെക്കാൻ തന്നെ കാരണം. പക്ഷേ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് പരമാവധി അത്തരത്തിൽ ഭൂമി ഏറ്റെടുപ്പില്ലാത്ത രീതിയിൽ തൂണുകളിൽ നിർത്തിക്കൊണ്ടായിരിക്കും ഇത് മുന്നോട്ട് പോവുക. ആളുകളുടെ ഭൂമിയെ ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ സാധാരണ ആളുകളുടെ ഭൂമി ഏറ്റെടുക്കാത്ത രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു റെയിൽപാത അങ്ങനെയാണ്. പക്ഷേ അതിനെക്കുറിച്ചും ഇനി വളരെ കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു അതിവേഗ പാതയുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. പക്ഷേ അതിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണം എന്നുള്ള കാര്യം ഇന്ന് പി രാജീവ് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഏകപക്ഷീയമായി ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയില്ല. കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടാകണം. വരുന്ന കേന്ദ്ര ബജറ്റിൽ അത്തരത്തിൽ എന്തെങ്കിലും കേരളത്തിന് അനുകൂലമായ ഒരു പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നും രാജീവ് പറയുന്നുണ്ട്. അതാണ് അല്പസമയം മുൻപാണ് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം വന്നത്. ഇങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഈ ശ്രീധരനെ, അങ്ങനെ എന്തെങ്കിലും രേഖകളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും അതിനുള്ള പ്രവർത്തനങ്ങളുമായി താൻ മുന്നോട്ട് പോവുകയാണ്. കേരളത്തിന് അനുയോജ്യമായത് അതിവേഗ പാതയാണ്, RRTS അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിന് അനുയോജ്യമായ അതിവേഗ പദ്ധതിയുമായി താൻ മുന്നോട്ട് പോകുന്നു എന്ന് ഈ ശ്രീധരൻ പറയുമ്പോൾ സർക്കാർ ചില ചോദ്യങ്ങൾ ഉയർത്തുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും
വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.